അല്ല, ഷറഫ് പറഞ്ഞ പോലെ ഷറഫിന്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പേഴ്സണലായിട്ട് പറയാം, വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്കൾ പല സിനിമകളും താങ്കളെ കണ്ടു, പക്ഷെ ഇതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഹൊററിലും അത് ചിരിപ്പിക്കാൻ, നമ്മളെ പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാണ്. താങ്കൾ ഓരോ ഡയലോഗുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയായിട്ടെന്ന് എനിക്ക് തോന്നി. ഷറഫ് എങ്ങനെയാണ് ഈ സിനിമ ഇത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കും? ഇതൊരു പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും ഓരോ ഡയലോഗ്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷറഫിന്? ഇല്ല, ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ കിട്ടിയ ഒരു, ഇപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് കിട്ടില്ല, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോൾ തോന്നിയത്. അത് വർക്കായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക ഹൈദരാലിക്ക. അപ്പോ അതിന്റെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതേ, എല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതേ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ, ഞാൻ കൊമേഡിയനാണ്. ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ ഒരു ത്രൂ ഔട്ട് ഒരു ലീഡ് മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ, ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ, ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഹലോ മമ്മിയുടെ കഥ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇന്നായത്. അതിന്റെ കാരണം ആ ഐഡിയ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന്റെ ഒരവസ്ഥ അത് വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിലെനിക്കൊരു പ്ലേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഷറഫ് പറഞ്ഞല്ലോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ചില സീക്വൻസ് കാണുമ്പോൾ വലിയൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. ആ മമ്മി എന്ന ഐശ്വര്യയുടെ വിളിയിൽ ഷറഫിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട്. പിന്നീട് ആ സിനിമ കാണാത്തോടെ ഞാൻ പറയില്ല, അതുകൊണ്ട് ഒരു സ്ഥലത്ത് കയറി ഇരുന്നിട്ട് ഒരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ആ വീഴ്ചയാണോ? അത് പൊളിയായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. ഞാൻ എന്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്യുമ്പോ അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ദിവസം തുടക്കത്തിൽ തന്നെയാണ് അല്ലെ, തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും ഇപ്പൊ സിനിമയുടെ ആ ഭാഗം എത്തുമ്പോ എങ്ങനെ വന്നാലും എന്തെങ്കിലും രീതിയിൽ, അപ്പൊ നമുക്ക് ചില സീനുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ, അത് ചെയ്യുന്നതിന് മുമ്പ് ഈ സീനിൽ എന്തായാലും എല്ലാവരും ഒന്ന് ഇന്നാവുമെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു സീനായിരുന്നു അത്. അതുപോലെ തന്നെ വർക്കായിട്ടുണ്ട് അല്ലേ. താങ്ക് യു. ഷർഫി, ഈ സ്ലാപ്സ്റ്റിക് ജോണറിൽ ഇത് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ആക്ഷൻ കോമഡിയാണ് അത്. CID മ്യൂസിക് ശേഷം അത് ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ല. കുറെ ഫിസിക്കലി നമുക്ക് ലോജിക്കിനൊക്കെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ മറന്നു പോകുന്ന, ഇത് വർക്കാവോ അല്ലെങ്കിൽ ആ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും പോയിന്റില്? എനിക്ക് എന്താ പറയാ, അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇത് ചെയ്തിട്ട് ഇത് എടുക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കൊരു ടെൻഷനുള്ളൂ. പക്ഷെ അത് എടുക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് സംഭവിക്കുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ ഫിസിക്സ് സംഭവിക്കുന്നതിന് കാരണമാകുന്നത് സോളിഡാണ്, ഈ സിനിമയുടെ മൂല കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിന് ആ സപ്പോർട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, ആ വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലാതെ ഒരു നോർമൽ സിനിമയിൽ ചെയ്യാവുന്ന ഒരു അത്ര ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര ചിലപ്പോൾ ബാക്ക് ഫെയർ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ചെയ്യാനൊരു സാധ്യത കിട്ടിയായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ വിശ്വസിച്ചത്. മാസ് സീക്വൻസുകളും ഉണ്ടല്ലോ, അപ്പം അത് ഇപ്പത്തെ ഒരു സ്ലൈസ് ഓഫ് ജോണർ സിനിമകളാണല്ലോ ഷർഫ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഓവർ ദ ടോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അവിടെ ഒരു സൂപ്പർ പവർ വരുമ്പോഴാണ് ഇങ്ങനെ അയാൾ മാസ് ഹീറോ ആയി ട്രാൻസ്ഫോം ആവുന്നത്? അത് അങ്ങനെ ഡെലിബറേറ്റ്ലി വെച്ചതാണോ? ഇപ്പൊ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു, കുറച്ച് മാസമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഇപ്പൊ ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ ഇമേജ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ലൗഡായി പോകും, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ജാറായി ഫീൽ ചെയ്യുമെന്ന് തോന്നിയിട്ടാണോ അങ്ങനെ ഒരു സൂപ്പർ പവർ? അവിടെയും ഞാൻ പറഞ്ഞത് അതാണ്. അവിടെയും ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോ അത് ഇതില്ല. നമുക്ക് അവിടെ കിട്ടുന്ന ആ സപ്പോർട്ട് അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്കും അത് വർക്കാവാൻ ചാൻസ് ഇല്ല. അവിടെ കിട്ടിയ ആ ഒരു കാര്യമാണ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് പെരുമാറാന്നുള്ളതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ക്യാരക്ടർ, എന്തായാലും ബോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
ഐശ്വര്യ, ഷറഫ് രണ്ടുപേരോടാണ് ചോദ്യം. കാരണം ഇതിനകത്ത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് CG ഫുട്ടേജ് ഉണ്ട് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? നിങ്ങൾ രണ്ടുപേരും എൻ്റെ അറിവിൽ അങ്ങനെ ഇപ്പം ഐശ്വര്യക്ക് പൊന്നിയിൻ സെൽവനിലൊക്കെ അങ്ങനെ ചിലപ്പോൾ CG ഷോട്ട്സിന്റെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇത്രയും ഹൈ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള സീക്വൻസുകളുടെ ഭാഗമായിട്ടുണ്ടാവില്ല. അതിനെങ്ങനെ റിയാക്ട് ചെയ്യുക, അത് പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒരു പുതിയ ലേണിംഗ് ആയിരുന്നു. ഞാനിതിന്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഇടപ്പള്ളിയിൽ ഇങ്ങനെ ചായ കുടിച്ചപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് നമ്മൾ പറയുക. അപ്പൊ അവര് പെട്ടെന്ന് വന്ന് എനിക്ക് ഷെയ്ക്കനൊക്കെ തന്നിട്ട് പറഞ്ഞു, ഞങ്ങള് പടം കണ്ടിട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, ഏത് പടമാണ് ഇപ്പോൾ റീസെന്റ് ബോഗൻവില്ല ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് ഇവരാണ് പിക്ടോറിയൽ എഫക്ട്സ്, ഇവരാണ് നമ്മുടെ സിനിമ VFX ചെയ്യുന്നത്. അവരുടെ ഓഫീസിന്റെ തൊട്ട് താഴെയുള്ള ഒരു കടയിലാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പോയി അകത്ത് നിന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയതും അവർക്ക് അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയതും ഈ ടൊർണാഡോ ഒക്കെ ഉണ്ടാകുന്ന ആ സ്പേസുകളിൽ അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അവർക്കൊരു വലിയൊരു ചലഞ്ചിങ് പെർഫോമൻസിന്റെ ബാക്കിംഗ് കൂടിയാണല്ലോ. അതെ, പക്ഷെ അത് എനിക്കറിയില്ല. ഇപ്പൊ ഇതിനൊരു ബഡ്ജറ്റിന്റെ ബാക്കിംഗ് കൂടി വേണം അല്ലേ? അപ്പോ ചിലപ്പോ ഞാൻ അത്രയിട്ട് ചിലപ്പോ പ്രൊഡ്യൂസർക്ക് ആയിരിക്കും ചിലപ്പോ പ്രശ്നം വരിക. അപ്പോ എന്താ പറയാ, അത് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത ഒരു സാധനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതെന്റെ ഒരു തോന്നലിലും എൻ്റെ ഒരു ലോജിക്കലും ഞാൻ ചെയ്തതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുട്ടോ. സെയിം ആണ് എനിക്കും. എനിക്ക് ആ ഒരു എൻറ്റിറ്റി എനിക്ക് റിയൽ ആണ്. ആ ഫീലിംഗ് എനിക്ക്, ആ ഇമോഷൻ എനിക്ക് റിയൽ ആണ്. അപ്പം അതിൽ ബിലീവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്കത് ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു ആൻറ്റിക്ക് വന്ന ഇമോഷൻസ് ഒക്കെ. അപ്പോൾ അത് വർക്കായി എന്നാണ് തോന്നുന്നത്, കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം. നമ്മുടെ ബോളിവുഡിൽ എനിക്ക് പേര് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോളിവുഡിൽ ഒരു വലിയ നടനുണ്ട്, മമ്മി കൂടെ ഉണ്ടെന്ന നടന് ഒരു വിചാരമുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ ആക്ടർ അങ്ങനെയാണ്. മനസ്സിലായോ? അത് അദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെയാണ്, അത് മമ്മി കൂടെ ഉണ്ടെന്നാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ എൻ്റെ അടുത്ത് ഫ്രൈഡേയിൽ വിജയ് ബാബു ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനൊരു നമ്മുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം. അപ്പം അത് വേറൊരു അത് അപ്പൊ ശരിക്കും ഉണ്ടത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ മമ്മി കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. ഇപ്പം മരിച്ചുപോയവർ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയവർ, അങ്ങനെയൊക്കെ നമ്മുടെ കൂടുതൽ വിശ്വാസം, ഒരേ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സംവിധാനങ്ങളോട് ശ്രദ്ധിക്കുകയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത്തരം ഒരു സബ്ജക്റ്റുകൾ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക്, വിശ്വാസത ഇതിലേക്ക് കൂടുന്നു, ഈ സിനിമ കണ്ട് നമുക്കൊരു മതവിശ്വാസം കൂടുന്നു എന്ന നിലയിലേക്ക് താങ്കൾ ഇതെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മതവിശ്വാസത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇത് ഒന്നാമെന്ന് വെച്ചാൽ ഇതിലിപ്പോ നമ്മൾ മമ്മി എന്ന് വിളിക്കുന്ന മമ്മി എന്നാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന കഥാപാത്രം മമ്മിയാണ്. ഇത് കണ്ടിറങ്ങുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ ഇതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇതിനകത്ത് മമ്മിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു സെല്ലിംഗ് ഫാക്ട്. അതാണ് ഇപ്പം നമ്മൾ ചോദ്യം ചോദിച്ച് തുടങ്ങിയപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റും അത് തന്നെയാണ്. നമ്മളൊരു സർട്ടൻ പോയിന്റ് മൊത്തത്തിൽ നമ്മൾ ചിരിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇമോഷൻ കൊടുക്കുമ്പോൾ അതിനെ ഏത് മതക്കാർക്കും ആർക്കും ലോകത്തിലെല്ലാവർക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് തന്നെ ഇട്ടത്. ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ തെറ്റിച്ച് പറയാൻ ലോകത്തിലാർക്കും പറ്റില്ല. അപ്പൊ ആ ഇമോഷൻ അതല്ലാതെ ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടേ നമുക്ക് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെ കാണാവൂ ഇതിനെ, അങ്ങനെ കണ്ടാലേ നമുക്ക് എന്റർടൈൻമെന്റ് ആവുള്ളൂ. അല്ലാതെ നമ്മളതിനെ ആ രീതി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതിനെ കാണേണ്ട വേർഷൻ. അതായത് ജസ്റ്റ് ടു എലാബറേറ്റ് ഓൺ ഇറ്റ്, അമ്മ എന്ന് പറഞ്ഞ ഇമോഷന് മതമില്ല. അമ്മ എല്ലാവർക്കും അമ്മയാണ്. ആ ഒരു ഇമോഷനെ നമുക്ക് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ഹിന്ദു, മുസ്ലിം, ഇനി ലോകത്തിലെ എല്ലാ മതങ്ങളിലുള്ളവർക്കും ആ ഇമോഷൻ പ്യുവറാണ് എല്ലാവരുടെയും. അതാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു കോർ എലിമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളൊന്നും തട്ടുകേട് പറ്റിയാൽ പെട്ടെന്ന് മുളി എന്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ചിന്തിച്ച് അമ്മയാണ് എല്ലാത്തിനും. അതേപോലെ തന്നെ ഒരു ചെന്നൊരു സീൻ ഉണ്ടായിരുന്നു, സീൻ ഉണ്ടായിരുന്നു. അപ്പൊ റെഫറൻസ് ഒക്കെ നോക്കിയായിരുന്നു ഈ സീനിന്റെ നോക്കിയായിരുന്നു. എനിക്കതിന്റെ എക്സ്ട്രീമിൽ അനുഭവിക്കണം എന്ന് തോന്നിയായിരുന്നു.
മമ്മി എൻ്റെ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് അത് നടക്കാവുന്നതിൽ ഏറ്റവും വലിയ ഇപ്പോൾ അതിൽ മാറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ച് സ്റ്റഡ് മാസ്റ്റർ അടുത്ത് ചോദിച്ചു, നമുക്ക് മാറ്റിൽ വെച്ചിട്ട് അടിച്ച് ചുമരെ കയറ്റിയാലോ എന്നുള്ളത് ഞാൻ തന്നെ ചോദിച്ച് മേടിച്ചിട്ടുണ്ട് അതിലടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അത് സ്ലാപ്സ്റ്റിക്കിന്റെ ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കണക്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതൊരു വേറൊരു സിനിമയിൽ അത്തരത്തിലൊരു പ്ലേ പോസിബിൾ അല്ല. പക്ഷെ പോസിബിൾ ആയിട്ട് നമുക്കൊരു ഒരു ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടുമ്പോൾ അതിലേറ്റവും നല്ല ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയ റെസ്പോൺസ് ഒരു നല്ല രീതിയിൽ ചേട്ടനെ കാണാൻ നല്ല രീതിയിൽ കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചു. ഒരു ഭാഗത്ത് പറയുണ്ടായി, അതായത് ഇപ്പോൾ അത്ര വർക്കായില്ല എന്ന് പറയുണ്ടായി. റിവ്യൂസോ നെഗറ്റീവ്സോ പേടിക്കുന്നു? നെഗറ്റീവ്സ് പേടിക്കുന്ന വെച്ചാൽ നമ്മുടെ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിൽ മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ സിനിമയുടെ അകത്ത് നിന്നുള്ള കമന്റ്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയാ ഇത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു സിനിമ പോലും മോശമായി ഉള്ള ഒരു റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനൊരു റിവ്യൂ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ധാരണകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി. വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ധാരണ ഉണ്ടല്ലോ, ഇത് വർക്കല്ല, ഇത് വർക്കാവും. അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പിന്നെ എന്താ പറയാ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. കുറച്ചൊക്കെ മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചും കോമ്പറ്റീഷന്റെ നേച്ചറിനനുസരിച്ചും ഒറിജിനാലിറ്റി കുറച്ച് നമുക്ക് കൈമോശം പറ്റിയിട്ടുണ്ട് അല്ലേ. ആ ഒരു ഒറിജിനാലിറ്റി മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒറിജിനാലിറ്റി മിസ്സായത് കൊണ്ട് ആ ഒറിജിനൽ അല്ലാത്ത റിവ്യൂസിനെ നമ്മൾ പേടിക്കേണ്ടി വരാറുണ്ട്. ഇല്ല, ഞാൻ ആ പേടിയെ ഇതിനു മുന്നേ ഞാൻ അഡ്രസ്സ് ചെയ്തായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് ഒരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ്. ഈശ്വര, ഇനി ഇത് കാരണം എൻ്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളത്. അത് ഞാൻ അതിലൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് അഡ്രസ്സ് ചെയ്തായിരുന്നു. അത് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷനുണ്ട്.